ഭയം അച്യുതസ്യ പാദാംബുജോപാസനം നിത്യം നിത്യം അച്യുതസ്യ പാദാംബുജം. ദിവസവും കുറച്ചു നേരം നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ ഭഗവാനെ അങ്ങയെ കാണാൻ, അങ്ങയെ അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാനെ ഒരു അപേക്ഷയും കൂടെ അങ്ങയുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഈ അമ്മയ്ക്ക് പ്രായമായി, ഈ അമ്മയുടെ മനസ്സ് ഒരുപക്ഷെ എപ്പോഴെങ്കിലും സാഹചര്യം കൊണ്ട് ദുർബലമായേക്കാം. എൻ്റെ ഒരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ, വയസ്സാകും തോറും എൻ്റെ കുട്ടികളെ ആശ്രയിക്കാൻ എനിക്ക് തോന്നരുത്. വയസ്സാകും തോറും എൻ്റെ കുട്ടികളെ ആശ്രയിക്കാൻ എനിക്ക് തോന്നരുത്. എൻ്റെ മനസ്സ് അവരുടെ ചിന്തയിലാവരുത്. അവരുടെ ചിന്തയിൽ നിന്നും എൻ്റെ മനസ്സിനെ മുക്തമാക്കണം. അതുകൊണ്ട് ഭഗവാനെ ഒരു ഉപകാരം ചെയ്യണം. അത വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷമേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. വിശ്വേശ വിശ്വാത്മൻ, എല്ലാവരിലും ആത്മാവായിരിക്കുന്ന കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്ക് നല്ലോണം അറിയാം അങ്ങാരാന്ന്. എനിക്കൊരു ഉപകാരം ചെയ്യൂ. ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു, പാണ്ഡവരോടും വൃഷ്ണികളോടും കോർത്തിരിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ ബന്ധനമുണ്ടല്ലോ, സ്നേഹപാശമിമം ചിന്തി, ആ സ്നേഹമാകുന്ന പാശത്തെ അങ്ങ് ചിന്തി മുറിച്ചു തന്നാലും. ഞാൻ വയസ്സാകും തോറും ഒരാളെയും ആശ്രയിക്കരുത്. മനസ്സ് ആരെ മാത്രമേ ആശ്രയിക്കാവൂ? ഭഗവാനെ. നോക്കൂ, എത്ര ഗംഭീരമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നെങ്കിൽ നമ്മളെ തളർത്താൻ ആർക്കെങ്കിലും പറ്റുമോ? കഴിയുന്നതും നമ്മൾ മക്കളുടെ കൂടെ ജീവിച്ചാലും, പക്ഷേ മക്കളെക്കുറിച്ച് സ്മരിക്കരുത് എന്ന് പറയാനും. യു ക്യാൻ ലീവ് വിത്ത് ദം ബട്ട് യു ഷുഡ് നോട്ട് റിമെമ്പർ ദം എന്നാണ്. മനസ്സ് അവരെ ഒട്ടി നിൽക്കാൻ പാടില്ല, അവരുടെ കാര്യത്തിൽ ഇടപഴകാൻ പാടില്ല. ക്രമേണ ക്രമേണ മനസ്സ് മൗനത്തിലേക്ക് വരണം. കൂടുതൽ സമയം ഏതിലേക്ക് വരണം? നോക്കൂ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് ഹിന്ദുക്കൾ. അത് പലരും മനസ്സിലാക്കണില്ല. ഗീതയില്ലേ? ഗംഗ, ഗായത്രി, തുളസി, നാരായണീയത്തിൽ പറയും ഇല്ലേ? ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക്. ഗീതയില്ലേ? ഇരുന്ന് വായിക്കൂ. നാരായണീയം മുഴുവൻ വായിക്കാൻ എത്ര സമയം വേണം? ഒരു 5 മണിക്കൂർ വേണം ഇല്ലേ? അത് മുഴുവൻ വായിച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലും വായിക്കാലോ. ഭാഗവതം ഇല്ലേ? അപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ കൂടുതൽ സമയം ഭഗവാനോട് അടുക്കണമെങ്കിൽ ഈ ശാസ്ത്രങ്ങളൊക്കെ വായിച്ച് മനസ്സിനെ ഇങ്ങനെ എൻഗേജ്ഡ് ആക്കി വെച്ചാൽ, പണ്ടുള്ളവർ പറയും, നെല്ലിക്ക മൂക്കുന്തോറും പുളിക്കുകയല്ല ചെയ്യാതെ മധുരിക്കും. ഇതുപോലെ നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മൾ കൂടുതൽ മധുരിക്കണം. ആരുടെ ജീവിതമാണ് മധുരിക്കുക? ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു, ദ്വാവേവ ചിന്തയാ മുക്തോ പരമാനന്ദാപ്ലുതാം യോ വിമുക്തോ ജഡോ ബാലോ യോ ഗുണേവ്യ പരം ഗത. രണ്ടുപേര് ഉദ്ധവരെ ശ്രേഷ്ഠന്മാരാണ്, ഞാൻ ആദരിക്കും അവരെ. ആരൊക്കെയാണ്? ദ്വാവേവ, രണ്ടുപേര്. ഒന്ന് പറയാണ്, ആരാണ് ഒന്നാമത്തത്? രണ്ടാമത്തത് ബാലോ. ജഡൻ എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ളവർ. രണ്ടാമത്തത് ബാലന്മാർ, കുട്ടികൾക്കൊരു ടെൻഷനില്ല, അവരെപ്പോഴും ആനന്ദത്തിലാണ്. ഇതുപോലെ കുട്ടികളെപ്പോലെ ആയിത്തീരണം. ആര്? വൃദ്ധന്മാർ. വയസ്സാകും തോറും കുട്ടികളെപ്പോലെ. ചിലർ ശരീരം കൊണ്ട് ആവുന്നുണ്ട്. കുട്ടികളെപ്പോലെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നടക്കുന്ന പോലെയാവും നടത്തം. കുട്ടികളുടെ എല്ലാ പിടിവാശികളും അവർക്കുണ്ടാവും. ഐസ്ക്രീം വേണമെന്നുള്ള തോന്നൽ. അതുകൊണ്ട് ഭഗവാനെ, വിശ്വമൂർത്തേ സ്നേഹപാശമിമം ചിന്തി, സ്നേഹപാശം മുറിച്ചു തരണം. കഴിഞ്ഞതും മറ്റുള്ളവരോട് കൂടുതൽ നമ്മൾ ഇടപഴകരുത്. അവരുടെ കൂടെ ജീവിക്കാം, പക്ഷേ ഇടപഴകാൻ പാടില്ല. അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വഴികളുണ്ട്. ഭാഗവത്തിൽ വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ അവരോട് ബന്ധം വെക്കണം, പക്ഷെ അവരോട് ബന്ധനമില്ലാതെ കടന്നു പോകാൻ സാധിക്കും. ഭഗവാനുണ്ടല്ലോ, ശ്രീകൃഷ്ണൻ അവതരിച്ച ഉടനെ തന്നെ അച്ഛനും അമ്മയ്ക്ക് ഇതാ ഉപദേശം കൊടുക്കുന്നത്. അച്ഛനമ്മമാരോട് പറയുന്ന ആദ്യത്തെ കാര്യം ഇതാണ്, യുവാമാം പുത്രഭാവേന സ്നേഹയന്തോ. പുത്രഭാവത്തിൽ സ്നേഹിച്ചോളൂ, എനിക്ക് വിരോധമില്ല. പക്ഷേ ബ്രഹ്മഭാവേന ചിന്തയന്തോ, എന്നെ ഏത് ഭാവത്തിൽ കാണണം? ബ്രഹ്മഭാവത്തിൽ കണ്ടോളണം. എന്നാൽ യാസേതേ മദ്ഗതിം പരം, എൻ്റെ പരമമായ ഗതി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട് ഭാഗവതത്തിൽ. അതുകൊണ്ട് ഭഗവാനെ, എൻ്റെ മനസ്സിൻ്റെ സ്നേഹമാകുന്ന ആ ബന്ധനത്തെ മുറിച്ചു തരണം. എന്നിട്ടോ, തൊയിമേ അനന്യ വിഷയ മതിർ മധുപദേശകൾ രതിമുദ്വഹദാദഗ്ധ്വാ ഗംഗേവൗഗമുദന്നതി. ഭഗവാനെ, എന്നിട്ട് എന്ത് വേണം? ആ സ്നേഹപാശം മുറിഞ്ഞിട്ട് എനിക്ക് ഒരേ ഒരു അപേക്ഷയുള്ളൂ.
എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അനന്യ വിഷയ മതിർ മധുപദേശകൾ. എൻ്റെ മനസ്സുണ്ടല്ലോ അനന്യമായി അങ്ങേ കണ്ട്. അനന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ ശബ്ദം ആവർത്തിക്കുന്നൊരു വാക്കാണ്. ഭാരതീയ ഭക്തി എന്ന് പറയുന്നത്, നമ്മുടെ ഹിന്ദുക്കൾ കൊണ്ടു നടക്കേണ്ട ഭക്തി എന്ന് പറയുന്നത് അന്യഭക്തിയല്ല. ആ ഭക്തിയുടെ പേര് അനന്യഭക്തി എന്നാണ്. ഗീതയിലും ഭാഗവതത്തിലും ആവർത്തിക്കുന്നൊരു വാക്കാണ് അനന്യം, അനന്യം, അനന്യം എന്ന്. നമുക്ക് കാണാം, കൂടുതൽ കൂടുതൽ വരുമ്പോൾ ഈ ആവർത്തനം കാണാം. അനന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഗീതയിൽ വളരെ പ്രസിദ്ധമായ ഈ ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യ ചിന്തയന്തോ, ഇത് ശരിക്കും വായിച്ചില്ലെങ്കിൽ അപകടമാണ്. അനന്യ ചിന്തയൻ തോമ, അനന്യ ചിന്തയൻ തോമ അല്ല, അനന്യ ചിന്തയന്തോ മാം, എന്നെ അനന്യമായി ചിന്തിക്കണം. അനന്യമായി ചിന്തിക്കുക പറഞ്ഞാൽ നാം ഭഗവാനിൽ നിന്നും അന്യരല്ല. ഞാൻ ഭഗവാനിൽ നിന്ന് എങ്ങനെ അന്യനാവുക? ഞാൻ നിലനിൽക്കുന്നത് തന്നെ ആരുള്ളത് കൊണ്ടാണ്? ഭഗവാനുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ പറഞ്ഞ് പരിശീലിക്കുന്നതിനെയാണ് അനന്യഭക്തി. അതുകൊണ്ട് ഭഗവാനെ തൊയ് അനന്യ വിഷയ മതിർമധുപദേശകൾ, ഈ മനസ്സിൻ്റെ പതിയായിരിക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങയിലേക്ക് എൻ്റെ മനസ്സ് രതിമുദ്ദുഹത, പ്രേമത്തോടുകൂടി എൻ്റെ മനസ്സൊഴുകട്ടെ. ഏതുപോലെ? ഗംഗ ഉദന്നതി ദഗ്ധ്വ, ഗംഗ എപ്രകാരമാണോ ഉദന്നതി ഓഘം, ഗംഗ സാഗരത്തിലേക്ക് ഒഴുകുന്നത്, അതുപോലെ എൻ്റെ മനസ്സ് ആരിലേക്ക് ഒഴുകണം? ഭഗവാനിലേക്ക് ഒഴുകണം. മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ എൻ്റെ മനസ്സ് ക്രമേണ 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 വിട്ടുവരണം. അപ്പോൾ പ്രായം കൂടുന്തോറും കൂടുതൽ സമയം മനസ്സ് ആരിലായിരിക്കണം? ഭഗവാനിലേക്ക്. അപ്പം നിങ്ങൾ ഒറ്റപ്പെട്ടവരാവില്ല, നിങ്ങളെ തളർത്താൻ പറ്റില്ല, നിങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റില്ല. അത്ര ഏകാഗ്രത വരണം. നമ്മൾ വയസ്സാകുമ്പോഴേ തുടങ്ങുന്നത് തന്നെ. നാം അനവധി ഈശ്വര രൂപങ്ങളെ ആരാധിക്കുന്നവരായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുട്ടിക്കാലത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല. നമുക്കറിയില്ല ഏത് രൂപത്തെ ആരാധിക്കണം. നമുക്ക് കുട്ടിക്കാലം മുതലേ മനസ്സിലാക്കിയിരിക്കുന്നത് അയ്യപ്പൻ ചെയ്യുന്നതല്ല ഗുരുവായൂരപ്പൻ ചെയ്തു തരുന്നത്, ഗുരുവായൂരപ്പൻ ചെയ്തു തരുന്നതല്ല ഗണപതി ചെയ്തു തരുന്നത്, ഗണപതി ചെയ്തു തരുന്നതല്ല ചോറ്റാനിക്കരമ്മ ചെയ്തു തരുന്നത്, ചോറ്റാനിക്കരമ്മ ചെയ്തു തരുന്നതല്ല എറണാകുളത്തപ്പൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് തോന്നുകയാണ് ഇവരുടെയൊക്കെ കഴിവ് ഓരോരുത്തർക്കും. പിന്നെ കുട്ടിക്കാലത്ത് കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. ഗുരുവായൂരിൽ തൊഴുന്ന ഫലം പൂർണ്ണമാവണമെങ്കിൽ മമ്മിയൂരപ്പനെ തൊഴണം. ഇനി മമ്മിയൂരപ്പനെ തൊഴേണ്ട ഫലം പൂർണ്ണമാവണമെങ്കിൽ അതിൻ്റെ അടുത്ത് ആരും അമ്പലം കെട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതും കൂടി ഉണ്ടാവുമായിരുന്നു. പോരെ? അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സകല ദൈവങ്ങളെയും കണ്ട് സല്യൂട്ട് അടിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ദൈവങ്ങൾക്കേ കൺഫ്യൂഷനാണ്. കാര്യം ഇവിടെ പറഞ്ഞ കാര്യമാണ് അവിടെയും പറയുന്നത്. ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എന്തിനാരാധിക്കണം എന്നൊന്നും ആരും നമുക്ക് പറഞ്ഞു തരാത്തതുകൊണ്ട് കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ഭാഗവതം പഠിക്കാനേ വഴിയൊന്നുമില്ല, മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണ് ആരാധിക്കേണ്ടതെന്ന്. ഏതായാലും ഭഗവാനെ, എൻ്റെ മനസ്സ് അങ്ങയിലേക്ക് ഒരു പുഴ ഒഴുകുന്നത് പോലെ, നദി ഒഴുകുന്നത് പോലെ ഇടമുറിയാതെ അങ്ങയിലേക്ക് ഒഴുകിയെത്തട്ടെ. എന്നിട്ട് ആ കൃഷ്ണനെ നമസ്കരിക്കുകയാണ്. ഇനി നമസ്കരിക്കുന്നത് മറ്റൊരു രൂപത്തിൽ കണ്ടുകൊണ്ടാണ്. നേരത്തെ ഏത് രൂപത്തിലൊക്കെ കണ്ടത്? തന്നിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായി കണ്ടു, പിന്നീട് ഉപാസനാമൂർത്തിയായി കണ്ടു. ഇനി കാണുന്നത് മറ്റൊരു രൂപത്തിലാണ്. അതേതാണ്? ശ്രീകൃഷ്ണ കൃഷ്ണ സഹവൃഷ്ണി ഋഷഭാവനിദ്രൽ രാജന്യവംശദഘനാനപവർഗവീര്യം ഗോവിന്ദ ഗോതിജസുരാർത്തിഹരാവതാരം യോഗേശ്വരാഖില ഗുരു ഭഗവൻ നമസ്തേ. യോഗേശ്വരാം അഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണനായി, കൃഷ്ണ സഖാവായി, വൃഷ്ണികളിൽ ശ്രേഷ്ഠനായി, ഈ ഭൂഭാരം തീർക്കാനായിട്ട് എല്ലാവരുടെ ഉള്ളിലുള്ള ആസുരിക ശക്തിയെ നശിപ്പിച്ചുകൊണ്ട് അവരിലെ ദൈവീക ശക്തിയെ ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് ഗോവിന്ദനായി ഭഗവാനെ വന്നിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. ആരായി കാണുന്നു? അർജുനൻ്റെ സമപ്രായക്കാരനാണ് കൃഷ്ണൻ. തൻ്റെ സഹോദരനായ വസുദേവൻ്റെ പുത്രനാണ് കൃഷ്ണൻ. പക്ഷെ വസുദേവൻ്റെ പുത്രനായിട്ടോ അർജുനൻ്റെ കൂട്ടുകാരനായിട്ടോ അല്ല കാണുന്നത്. തൻ്റെ
അവിവേകമുള്ള മനസ്സിനെ വിവേകത്തിലേക്ക് ഉയർത്തി തന്നിലെ എല്ലാ വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ വേണ്ടി വന്ന ഒരു ഗുരുവായി കണ്ട് ആ ദേവി നമസ്കരിക്കുകയാണ്. അപ്പം നമ്മൾ ഭഗവാനെ കാണേണ്ടത് ഏതൊക്കെ രൂപത്തിലാണ്? ഒന്ന്, നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായി കാണണം, പിന്നീട് ഒരു ഉപാസനാമൂർത്തിയായി കാണണം, പിന്നീട് ഒരു ഗുരുവായി കാണണം. ഇതാണ് ഭാരതീയ സങ്കല്പം. ഭാരതീയ സങ്കല്പം എന്നല്ല ഇതിനെ പറയുന്നത്, ഭാരതത്തിൻ്റെ ശാസ്ത്രീയത. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാനോ ആ ദേവിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഹൃദയത്രം കളപതി പരീണോദാഖിലോദയ മന്ദം ജഹാസ വൈകുണ്ടോ മോഹൻ ഇവമായയാം. ഭഗവാൻ ആ ദേവിയുടെ മുഖത്ത് നോക്കിയിട്ട് മന്ദം ജഹാസ, ഒന്ന് ചിരിച്ചു എന്നാണ്. ഭഗവാന്റെ ചിരി അതൊരു പ്രത്യേകത ഉണ്ട്. ഭഗവാൻ ആരെങ്കിലും ഭഗവാനെ മനസ്സിലാക്കി എന്ന് വിചാരിച്ചാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചു കളയും ഭഗവാൻ. ആ ഭഗവാന്റെ പുഞ്ചിരിയുടെ ഇതാണ്. ഭഗവാന്റെ മുന്നിൽ പോയി ഒന്നും ചോദിക്കേണ്ടതില്ല എന്ന്. ഭഗവാനെല്ലാം അറിയാം, പുഞ്ചിരിക്കുക. അതുപോലെ തന്നെയാണ് സുധാമാവിനെ കാണുമ്പോഴുണ്ടല്ലോ ഭഗവാൻ പുഞ്ചിരിക്കുന്നൊരു രംഗമുണ്ട്. പുഞ്ചിരിക്കുക. എന്തിനാ ഭഗവാൻ പുഞ്ചിരിക്കുന്നത്? കാരണം ഭഗവാൻ മനസ്സിലാക്കുകയാണ്, ഇവർ എന്നെ നല്ലവണ്ണം മനസ്സിലാക്കി എന്നിലേക്ക് ഉയരുന്നുണ്ട്. ആ ഭഗവാനിലേക്ക് ഉയരുന്നു എന്ന് കാണുമ്പോണ്ടല്ലോ, അല്ലെങ്കിൽ ഉയർന്നുകൊണ്ടിരിക്കണു എന്ന് കാണുമ്പോൾ ഭഗവാൻ അവരെ നോക്കി പുഞ്ചിരിക്കും. അല്ലാത്തവരെ നോക്കി ഭഗവാൻ സഹതപിക്കും. എന്താ ഭഗവാന്റെ സഹതാപം? ഭഗവാൻ തന്നെ വിഷമത്തോടുകൂടി പറയും, വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷാം അവജാനന്തി മാം മൂഢാ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ത മമ ഭൂതമഹേശ്വരം. എന്നെ കേവലം ഒരു മനുഷ്യരൂപത്തിൽ കണ്ട് എൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ വിഷമങ്ങളും ദുഃഖങ്ങളും പറയുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഞാൻ നിങ്ങളെ ഉയർത്തുന്നുണ്ട്. അത് നിങ്ങൾ സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എനിക്ക് വിട്ടുതരുന്നില്ല. ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്ഥൈ അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കപല പാരിജാതോ ഹരിത്വം ക്ഷുദ്രം തം ശക്രവാടി ദ്രുതമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. ആ ഭഗവാന്റെ മുന്നിൽ വിഷമങ്ങളും ദുഃഖങ്ങളും പറയാതെ നമ്രാണം, തൻ്റെ മനസ്സിനെ പരിപൂർണമായി സമർപ്പിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ സന്നിധത്സേ സതതമപി പുരസ്ഥൈ അനഭ്യർത്ഥിതാനപി കാമാൻ അജസ്രം വിതരസി. ഭഗവാൻ അവരുടെ മുന്നിൽ പുരസ്ഥൈ, അവരുടെ മുന്നിൽ സതതം, എപ്പോഴും ഭഗവാൻ അവരുടെ മുന്നിൽ സന്നിധത്തെ, അവരുടെ മുന്നിൽ നിറഞ്ഞിരിക്കുന്നു. ആരുടെ മുന്നിൽ? പ്രാർത്ഥിക്കുന്നവരുടെ മുന്നിലല്ല, തൊഴുന്നവരുടെ മുന്നിലല്ല, തൻ്റെ മനസ്സിനെ സമർപ്പിക്കുന്നവരുടെ മുന്നിൽ. നമ്രാണാം, ഇവിടെ നമിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടല്ല, ഇവിടെ നമസ്കരിക്കേണ്ടത് മനസ്സുകൊണ്ടാണ്. എത്ര ഗംഭീരമാണ് നോക്കൂ. അപ്പം നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടെങ്കിലും നമ്മൾ ആ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് സമർപ്പിക്കുന്നില്ല. അതല്ലേ ഭഗവാൻ പറഞ്ഞ മാ ശുച. ഗീതയിൽ അവസാനം അർജുനോട് പറയാണ്, സർവധർമാൻ പരിത്യജ്യ ആമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇതാണ് ഭഗവാന്റെ നിർദ്ദേശം. ഇതൊക്കെ എന്താ നമ്മൾ ഹിന്ദുക്കൾ പലരും മനസ്സിലാക്കാതെ? മാ ശുച എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുഃഖിക്കരുത്, വിഷമം പറയരുത്, നോ കംപ്ലൈൻറ്റ് എന്നാണ്. അല്ല സ്വാമി, പിന്നെ ആരോടാ പറയുക? എന്താ ചെയ്യുക? കേൾക്കൂ ഭാഗവതം, ശരിയാവും. എന്തായാലും നനഞ്ഞില്ലേ, മുങ്ങിക്കയറാം, നമുക്ക് ഉയരാൻ സാധിക്കും, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നും, സ്വാമി പറയണതൊന്നും ഈ ജന്മം എനിക്ക് പറ്റില്ല കേട്ടോ, എനിക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വന്നാൽ ഗുരുവായൂരപ്പനോടല്ലാതെ ആരോടാ പ്രിയ? നിങ്ങളെ തളർത്താൻ, നിങ്ങളെ വിഷമിപ്പിക്കാൻ, നിങ്ങളുടെ മാനം കളയാൻ എല്ലാം ചുറ്റുപാടിന് സാധിക്കും. പക്ഷെ തളരണോ തളരണ്ടയോ നിശ്ചയിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. എവിടെ നിങ്ങളുടെ മനസ്സിനെ വെക്കണോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതം. ഭഗവാൻ പറയുന്നു, മനയേവ മനുഷ്യാണം ബന്ധമോക്ഷയോ കാരണം.